ഉള്ളവരെ, ഷിൻസച്ചിൻ്റെ വേർപാടിൽ നാം എല്ലാവരും പോലെ വേദനിക്കുന്നുണ്ട്. ഈ ഇടവകയിൽ നാളുകൾക്ക് മുമ്പ് ഷിൻസച്ചൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ വന്നതും പ്രാർത്ഥിച്ചത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഒരു യുവ വൈദികനോട് ഈ ഇടവക തലശ്ശേരി രൂപത മുഴുവനായും വിട പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു യുവ വൈദികൻ ഈ ഇടവകയിൽ വളർന്ന ഇവിടെ പട്ടം സ്വീകരിച്ച ഒരാളുകൂടി വിട പറയുന്നുവെന്ന് കേൾക്കുമ്പോൾ അതീവ ദുഃഖമുണ്ട്. ഷിൻസച്ചൻ പണ്ട് തത്വശാസ്ത്ര ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന നിമിഷങ്ങൾ ഓർക്കുകയാണ്. അനേകം മണിക്കൂറുകൾ പല വിധത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തി ബ്രദർ ഷിൻസുമായി കഴിഞ്ഞ അവസരങ്ങളുമെല്ലാം എൻ മനസ്സിലൂടെ കടന്നു പോകുന്നു. എപ്പോഴും സുസ്മേര വദനനായിരുന്ന ഷിൻസ് നിറകണ്ണുകളോടെ നിൽക്കുന്ന ഒരേ ഒരു മുഹൂർത്തം ഞാൻ കണ്ടത് അപ്പച്ചൻ്റെ രോഗത്തെക്കുറിച്ചും വേദനകളെക്കുറിച്ചും എന്നോട് പങ്കുവച്ച നിമിഷങ്ങളിലാണ്. അതിനുശേഷം അദ്ദേഹം വളർന്നു ദൈവശാസ്ത്ര പഠനം ആലുവ സെമിനാരിയിൽ നടത്തി. അതിനുശേഷം വൈദികനായി തലശ്ശേരി രൂപതയിൽ ജോലി സ്ഥലങ്ങളിൽ തീക്ഷ്ണതയോടെ ഓടി നടന്ന് സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ച അദ്ദേഹം ഇന്നലെ മിനിയാന്ന് 15-ാം തീയതി ആകസ്മികമായി വിട പറയുന്നു എന്നുള്ള വാർത്ത പെട്ടെന്ന് മൊബൈലിലൂടെ മനസ്സിലാക്കിയപ്പോൾ ഷോക്കാണ് രൂപപ്പെട്ടത്. ഇതെന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അതീവ സങ്കടം ഈ ഇവിടുത്തെ ദൈവജനത്തോട് പ്രസ്ബിറ്ററിയത്തോട് ചേർന്ന് ഞാനും പങ്കുവയ്ക്കുന്നു. ഇങ്ങനെയൊരു അതുല്യ പ്രതിഭയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ പ്രതിഭയാണ് ദൈവം ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. തീർച്ചയായും ഞാനതിനെ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ദൈവിക പദ്ധതി പൂർത്തിയായിട്ടുണ്ടാവും. വിശ്വാസത്തിൻ്റെ അകക്കണ്ണ് തുറന്ന് നിത്യത സ്വന്തമാക്കിയിരിക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ കൈകളിൽ ഈ ഷിൻസിനെ നമുക്കും ഏൽപ്പിക്കാം. ഇത് തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഈ വിശ്വാസത്തോടെ ഉദ്ധിതനെ നമുക്ക് ഷിൻസിനെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ആശ്വാസം കണ്ടെത്താം. എല്ലാവർക്കും എൻ്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യും.